ഞാൻ ഒരിക്കലും ചാനൽ ചർച്ചയുടെ ഇടയിൽ മറ്റൊരാൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി ഇടപെടാത്ത ആളാണ്. പക്ഷെ ഇത് കേട്ടോണ്ടിരിക്കാനുള്ള ഒരു ക്ഷമ എനിക്കില്ല. അതുകൊണ്ടാണ് അവതാരകനോ അല്ലെങ്കിൽ രാഹുലിനോ വളരെ കൃത്യമായിട്ടും ഇത് എന്തൊരു എത്ര എന്താ പറയാ, എത്ര ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടാണ് ഈ ഒരു അവസ്ഥയെ പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ പറയാൻ കഴിയും സമൂഹത്തില് ഒരു കുടുംബമായി ഒരു അമ്മയുള്ള, പെങ്ങളുള്ള, ഭാര്യയുള്ള, മകളുള്ള ഒരു വ്യക്തിക്ക്? രാഹുലിനെ വ്യക്തിപരമായി ഒന്നും ഞാൻ ഇത്തരം സംവാദങ്ങളിൽ ഒരാളെയും വ്യക്തിപരമായി ഞാൻ പറയില്ല. പക്ഷെ ഈ ഒരു അഭിപ്രായം രാഹുലിന്റെ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ന് ബോച്ചയാണോ മറ്റേ ഹണി റോസിനെയാണോ ഇഷ്ടം എന്നും ചോദിച്ചോണ്ട് ഒരു മീഡിയ കോളത്തിൽ വന്നപ്പം അവിടെ ബോച്ചയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന 95% ആൾക്കാരെ ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ ഇത് പൊതുസമൂഹം പറയുന്നതാണ്. പക്ഷെ ഇത് എത്ര വൈകൃതത്തെയും താൻ എന്ന് പറയുന്നിടത്ത് ഉറക്കെ പറയാൻ പറ്റുന്ന തോന്നിവാസമാണ് ഇത് പറയുന്നതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ സ്ത്രീ ഹണി റോസിന്റെ വേഷവിധാനത്തെ രാഹുൽ വിമർശിച്ചത് തന്നെ ഞാൻ എടുത്തു പറയാം. എനിക്കത് എടുത്തു പറയുന്നില്ല. വേഷവിധാനം അങ്ങനെ അത്ര ആകാര ഭംഗിയുള്ള ഒരു കുട്ടി ഇന്ത്യൻ ഭരണഘടന സ്ത്രീ ആരും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിയമത്തിന് വിരുദ്ധമല്ലാത്ത രീതിയിൽ ഈ നാട്ടിൽ നിങ്ങൾ ലണ്ടനിൽ താമസിക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ, അല്ലെ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ. ഈ ലോകത്ത് എല്ലായിടത്തും 2 പീസോ ഇട്ടുകൊണ്ട് സ്ത്രീകൾ നടക്കുമ്പോഴും ഉണ്ടാവാത്ത ഇത്ര വൈകൃത സാമൂഹ്യ ചിന്താഗതി ഇവിടെ മാത്രം എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും രാഹുൽ പറഞ്ഞെടുത്തി പക്ഷേ എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കുറെ ന്യായീകരണങ്ങളുണ്ട്. സ്ത്രീക്ക് ഇതേ പാടുള്ളൂ, മറച്ചേ നടക്കാൻ പാടുള്ളൂ, കാണിക്കാതെ നടക്കാൻ പാടുള്ളൂ. ഇത് ഏത് നിയമം അല്ലെങ്കിൽ ഇത് ഏത് സാമൂഹ്യ നീതി? ഒരാൾക്ക് അയാളുടെ നിയമം അനുസരിക്കുന്ന രീതിയിൽ, അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അനുസരിച്ച്, അയാളുടെ എസ്തെറ്റിക് സെൻസ് അനുസരിച്ച് അയാൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഏത് വസ്ത്രം ഇടാനും നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. അതിന് പുരുഷന്റെ ഒളി കണ്ണിനെ തൃപ്തിപ്പെടുത്തുക, ഒളി കണ്ണിനെ ട്രിഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കണ്ണിനാണ് കുഴപ്പം. ആ കണ്ണാണ് ചൂഴ്ന്ന് കളയേണ്ടത്. അല്ലാതെ ഈ ഡ്രസ് ഇടുന്ന പെൺകുട്ടിയെ അല്ല ശിക്ഷിക്കേണ്ടത്. ആ കണ്ണ് ചൂഴ്ന്ന് തന്നെ കളയണം, ആ ചിന്താഗതി ചൂഴ്ന്ന് തന്നെ കളയണം. എന്നിട്ട് അതിന്റെ മെറിറ്റോ ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം. എന്നിട്ടും പിന്നെയും വന്നിരുന്ന ഇതേപോലെയുള്ള പൊതുമാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന ഇത്ര അശ്ലീലം പറയാൻ ഈ പുരുഷ സമൂഹത്തെ, ഞാൻ ഒരിക്കലും ഒരു പുരുഷ സമൂഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ല. പക്ഷെ ഇത് രാഹുൽ മാത്രമല്ല, ഇത് പൊതുവായി കാണുന്ന ഒരു സ്വഭാവമായതുകൊണ്ട് ആ ചിന്താഗതിയുള്ള സ്ത്രീകളുണ്ട്. രാഹുൽ ഗായത്രിയിലേക്ക് വരാം. അല്ല, രാഹുലിലേക്ക് വരാം. ഗായത്രി ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. നാട്ടിലാണ് മറ്റേത് ഞാൻ പൂർത്തീകരിക്കട്ടെ. മറ്റേത് നാട്ടിലാണ് സ്ത്രീകൾ ഇങ്ങനെ കവർ ചെയ്ത് നടക്കണം നിർബന്ധിക്കുന്നത്? വിശ്വപ്രസിദ്ധ കലാകാരനായിരിക്കുന്ന ചിത്രകാരനായിരിക്കും ആനായി കുഞ്ഞിരാമൻ മാഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് മാത്രമേ നഗ്നതയുള്ളൂ. എന്തുകൊണ്ട്? മനുഷ്യൻ മറച്ചു നടക്കുന്നത് കൊണ്ട്. ഭൂമിയിൽ മറ്റേതൊരു ജീവജാലങ്ങൾക്കും നഗ്നതയില്ല. അപ്പൊ മനുഷ്യൻ സാമൂഹ്യപരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട്, അവന്റെ എസ്തെറ്റിക് സെൻസിനനുസരിച്ച് മറയ്ക്കാൻ നടന്നതുകൊണ്ട് അവൻ മറയ്ക്കുന്ന അവകാശങ്ങൾ അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം, നിയമം അനുസരിക്കുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് നടന്നപ്പോ അതിനെ പിന്നെ പുരുഷന്റെ ഇക്ലിപ്പെടുത്തുന്നതെന്നല്ല, ഏറ്റവും വികലമായ വൈകൃതമായ അവന്റെ മനോഭാവങ്ങൾ, അവന്റെ ലൈംഗിക ദാഹങ്ങളെ അത് ട്രിഗർ ചെയ്യാതിരിക്കലാണ് ശരി എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിനൊക്കെ മറുപടി പറയേണ്ടത്? ബോധമുള്ള ഒരു സമൂഹം, ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹം, സാമൂഹ്യ ജ്ഞാനമുള്ള ഒരു സമൂഹം എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടത്?